ഹലോ ഗൈസ്, ഇത് ഒറ്റപ്പാലം ലക്കിടി ചെയ്തൊരു സൈറ്റാണ്. ഇതെന്ന് വെച്ചാൽ ഈ ഇവിടെ പുറത്തേക്ക് ഒരുപാട് സ്പേസ് വെറുതെ കിടക്കുന്നുണ്ട്. താഴത്ത് കിച്ചൺ വേറെ സ്ഥലത്താണ്, അത് ഇങ്ങോട്ട് ആക്കണം. ഇവർ വർക്കരിയുടെ ഭാഗത്ത് കിച്ചൺ ആക്കണം. കിച്ചൺ അത്യാവശ്യം ഹൈറ്റ് വേണം. ഇപ്പോൾ അവിടെ ഷീറ്റ് കണ്ടോ, ആ ഷീറ്റ് പൊളിച്ചിട്ട് അവിടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ വെച്ചിട്ടാണ് വിളിച്ചത്. 2 റൂമും വേണം അവർക്ക്. താഴത്ത് കിച്ചണും മുകളിൽ 2 റൂമും വേണം. ഞങ്ങൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ ഭാഗം മൊത്തം തട്ടിപ്പൊളിച്ച് കളഞ്ഞിട്ട് അവിടെ മൊത്തത്തിൽ 2 ഫ്ലാറ്റ് അടിച്ചു. ആ ഷീറ്റ് എടുത്തിട്ട് ഫ്ലാറ്റ് എടുത്തതിന് ശേഷം അതിന് മുകളിൽ 3 ഇഞ്ച് വാൾ സെറ്റ് ചെയ്തു. 3 ഇഞ്ച് ഫ്ലോറിൽ 3 ഇഞ്ച് ഇട്ടിരുന്നു കേട്ടോ, വീബോർഡല്ല. എന്നിട്ട് അതിൻ്റെ മുകളിലാണ് ഈ പാനൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. 3 ഇഞ്ച് പാനലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ അടിയിൽ ഇപ്പോൾ അത്യാവശ്യം ഹൈറ്റിൽ അവർക്ക് കിച്ചൺ അങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. അവിടെ സീലിംഗ് കാര്യങ്ങളൊക്കെ ചെയ്ത് അടിയിൽ വീബോർഡുണ്ട്, കാലൊക്കെ തൂണൊക്കെ മറിച്ച് അതൊരു വേറെ പോർഷനാക്കി മാറ്റി. അവിടെ പറഞ്ഞാൽ ശരിക്കും ആളുകൾ സെറ്റ് ചെയ്ത പോലെ തന്നെ ഉണ്ടാവും ഒക്കെ. അവിടെ വേറെ രീതിയാണ്. പിന്നെ ഇത് നേരെ മുകളിലാണ്. ഈ മുകളിൽ എന്താ വെച്ചാൽ ചെരിവാണ് കൂടുതൽ. കാരണം വെച്ചാൽ ഹൈറ്റ് ഈ സൈഡിലേക്ക് 8 അടിയേ ഉള്ളൂ. 10 അടിയാണ് മറ്റിടത്ത് വരുന്നത്. ഈ സൈഡിലേക്ക് ഭയങ്കര ഹൈറ്റ് കുറവാണ്. അപ്പോൾ ഉള്ള മാക്സിമം ഹൈറ്റ് അവർക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടാകുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ഞങ്ങൾ ഈ സാധനം സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിലുള്ള എല്ലാ ഫാബ്രിക്കേറ്റ് വർക്കും ഞങ്ങളാണ് ചെയ്തിരിക്കുന്നത്. വാൾ സെറ്റ് ചെയ്തത്, വിൻഡോ, ഡോറ്, അതേപോലെ ഫ്ലോറ്, ഫ്രെയിമിൻ്റെ വർക്കുകൾ, ഇതൊക്കെ ഞങ്ങൾ ചെയ്തിരിക്കുന്നത്. ജിപ്സം വർക്ക്, പുറത്ത് ഔട്ടർ വീബോർഡ്. ഇതിൽ ചെയ്യാത്ത വർക്ക് പറഞ്ഞാൽ ടൈല്, പ്ലംബിങ്, വയറിങ്ങിൻ്റെ വർക്കൊന്നും ഞങ്ങളല്ല ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ എടുക്കാറില്ല. അത് ഈ ഫാബ്രിക്കേറ്റ് വർക്ക് മാത്രമേ ഞങ്ങൾ എടുക്കുകയുള്ളൂ. അപ്പോൾ ഇതുണ്ടോ, ഇതിപ്പോൾ ഇതാണ് പുറത്തുള്ള ഇത്. ചില ആൾക്കാർ ചോദിക്കാറുണ്ട് വയറിങ് എങ്ങനെ ചെയ്യുക. വയറിങ് ഇതിപ്പോൾ തന്നെ ചുമര് ചെയ്യണം, നമ്മൾ കുത്തി പൊളിച്ചിട്ട് വയറിങ് ചെയ്യുക. അതുകൊണ്ട് പുറത്ത് ഇതേപോലെ ഉണ്ടാവും. കിച്ചണിൻ്റെ ബാക്കി നമ്മൾ ഈ എടുത്തതിനെ പുറമെ ബാക്കിയുള്ള ഭാഗത്തേക്കും ഇതേ പാനൽ വെച്ചിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഫുള്ള് സീലിങ്ങും ജിപ്സം സീലിങ്ങാണ് ഉള്ളിൽ ചെയ്തിരിക്കുന്നത്. പുറത്ത് വീബോർഡാണ്. ജിപ്സത്തിൽ കോട്ടിങ്ങുള്ള ടൈപ്പാണ് ചെയ്തിരിക്കുന്നത് ജിപ്സം ബോർഡ്. ഇതിൽ 3 ഇഞ്ചിൻ്റെ വിൻഡോസ് റെഡിമെയ്ഡ് വിൻഡോ തന്നെയാണ്. നമ്മൾ റെഡിമെയ്ഡ് പറഞ്ഞ് ചെയ്യിപ്പിച്ചിരിക്കുകയാണ് 3 ഇഞ്ചിൻ്റെ. പിന്നെ ഡോറെല്ലാം നമ്മൾ റെഡിമെയ്ഡ് മേടിച്ചിട്ടാണ് സെറ്റ് ചെയ്തിട്ടുണ്ടോ. ഇതിൻ്റെ ഒരു സൈഡ് പറഞ്ഞാൽ ഷീറ്റിൻ്റെ ഒരു സൈഡിലേക്ക് പാത്തിയടക്കമുണ്ട്. ആ പാത്തിയടക്കം കാണാത്ത രീതിയിലാണ് നമ്മൾ സീലിംഗ് അടിച്ച് പക്കയാക്കി കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഫുൾ വർക്ക് കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ്. ഇങ്ങനെ എന്തെങ്കിലും സ്പേസ് ചെയ്യാനുള്ള പറ്റാത്തവർക്കൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ ചെയ്തു തരും. ഇത് ഒരുപാട് ആൾക്കാർക്ക് വന്നിട്ട് കട്ട വെച്ച് കെട്ടാൻ പറ്റില്ല, അങ്ങനത്തെ രീതിയിലൊക്കെ നിൽക്കുകയായിരുന്നു. ഇവിടെ നിലനിർത്തിയിട്ട് ചെയ്യണം എന്നാണ് പറഞ്ഞത്. റൂഫിക്കൊന്നും ഉപേക്ഷിക്കാതെ തന്നെ റൂമാക്കി കിട്ടണമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് അവർക്ക് ഏറ്റവും ബെറ്ററായ രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. താഴത്ത് ഇപ്പോൾ നമ്മൾ ഈ ഭാഗത്തൊക്കെയാണ് നേരത്തെ കണ്ട സംഭവം ഉണ്ടാകുന്നത്. അവിടെയാണ് ഇപ്പോൾ ബാത്റൂമും റൂമൊക്കെ ഇരിക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ ബാത്റൂമിൻ്റെ മുകളിലും മാത്രമാണ് വീബോർഡാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് സീലിങ്. ബാക്കിയുള്ളതൊക്കെ ജിപ്സം ബോർഡാണ് ചെയ്തിരിക്കുന്നത്. ഔട്ട് സൈഡ് വീബോർഡാണ് ചെയ്തിരിക്കുന്നത്.